യേശുക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെടണം. അതിനുശേഷം 1000 ആണ്ട് അവൻ യെരൂശലേമിൽ സിംഹാസനത്തിൽ ലോകത്തെ വാഴണം. അവന്റെ ദാസന്മാർ അവനോട് കൂടെ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കണം. അങ്ങനെ 1000 ആണ്ട് തീരുന്ന ലോകം അവസാനിക്കും. അന്ന് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ഇന്ന് മനം തിരിയാതെ മരിച്ചാൽ, യേശുക്രിസ്തു കൂടാതെ മരിച്ചാൽ, അന്ന് നിങ്ങൾ കല്ലറകളെ വിട്ടും ദഹിപ്പിച്ച ചാരത്തിൽ നിന്നും ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. ഇതേ രൂപം. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ കാണും, എല്ലാ ഭർത്താക്കന്മാരും ഭാര്യയെ ഇതുപോലെ കാണും, എല്ലാ അമ്മയപ്പന്മാരും നിങ്ങളുടെ മരിച്ചുപോയ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കാണും, എല്ലാ മക്കളും നിങ്ങളുടെ മരിച്ചുപോയ അമ്മയപ്പന്മാരെ കാണും. എല്ലാ രാജാക്കന്മാരും നേതാക്കന്മാരും ഇന്ന് വരെ ഭൂമിയുടെ ആരംഭം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ജനങ്ങളും ഒരുപോലെ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ രഹസ്യങ്ങളെ ന്യായം വിധിച്ച്, നീ വിചാരിച്ച് നിന്റെ രഹസ്യം നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. അല്ലല്ലല്ല, നിന്റെ മനസാക്ഷിയിലെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ദൈവം പരസ്യപ്പെടുത്തി അവൻ നിന്നെ എരിയുന്ന തീപ്പൊയിലേക്ക് തള്ളിക്കളഞ്ഞാൽ അന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമില്ല, കാലവും സമയമില്ലാത്തത് കൊണ്ട് പ്രിയപ്പെട്ട തീപ്പൊയിൽ നമ്മളെ രക്ഷിപ്പാൻ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ധൂവപ്രാർത്ഥനയ്ക്ക് കഴിയത്തില്ല, പിണ്ടാടിയത്തരത്തിന് കഴിയത്തില്ല. നമ്മളെന്തേക്കും ആ തീപ്പൊയ്കയിൽ ആ നരകാഗ്നിയിൽ വെന്ത് കിടക്കുമെന്ന് സൂര്യനില്ല, കാലമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോർത്തു നോക്കിക്കേ. ഈ ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ അത്രേ ക്രിസ്തു മരിച്ചത്, സുവിശേഷം അറിയിക്കുന്നത്. ആകിയാൽ നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. പാപം ചെയ്യാത്തവരാരും എന്റെ മുമ്പിലില്ല, ഞങ്ങളും പാപം ചെയ്തവരാണ്. എന്നാൽ ഞങ്ങളുടെ പ്രത്യാശ എന്താണ്? ഞങ്ങൾ യേശുക്രിസ്തുവിലേക്ക് മനം തിരിഞ്ഞ നാളില് ഞങ്ങളുടെ കടും ചുവപ്പായിരുന്ന ഹിമം രക്തമേ അല്ല, പാപത്തെ അവന്റെ രക്തം ഹിമം പോലെ വെളുപ്പിച്ചു. ഞങ്ങളുടെ പാപങ്ങൾ മായ്ക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ശുദ്ധിയുള്ളൊരു മനസാക്ഷി മാത്രമേ ഇന്ന് ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു മരണമുണ്ടെങ്കിൽ യേശുക്രിസ്തു മുമ്പിൽ കണക്ക് തീർക്കണം. എല്ലാവരും കണക്ക് തീർക്കണം. അവനെ നിഷേധിക്കുന്നവരും അവനെ തല്ലിയവരും അവനെ കുത്തിയവരും എല്ലാം അവന്റെ മുമ്പിൽ കണക്ക് തീർക്കുന്ന നാളുണ്ട്. എത്ര വേണേലും പ്രസംഗിക്കാമായിരുന്നു, എങ്കിലും നിർത്തുകയാണ്. ആകിയാൽ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൻ നിങ്ങളുടെ ഉന്നത പാപങ്ങളെ താഴ്ത്തുവിൻ. നഗളഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ ആത്മാവിനെ പ്രാപിച്ച് അവന്റെ നിന്ന ചുമന്ന് അവന്റെ സാക്ഷികളായിട്ട് ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് അവനോട് കൂടെ എന്നേക്കും നിത്യമാസം സമാധാനത്തിന്റെ വർഷത്തിലേക്ക് പ്രവേശിക്കാം. ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഈ ദേശത്തുള്ള പുരോഹിത വർഗത്തെയും സകല ആൾക്കാരെയും ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രസംഗം നിർത്തുന്നു.